ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ടോട്ടൽ 3 ഓർഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉച്ച വരെ ഞാൻ ഏകദേശം 11:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. 3 ഓർഡർ ഏകദേശം 247 രൂപ പേയ്മെൻറ്റും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെള്ളായണി കായലിൻ്റെ ഈ ഒരു സൈഡിൽ നിൽക്കുവാണ്. സോ നല്ല കിടിലം വിഷ്വലാണ് ഇവിടെ കായലൊക്കെ വെച്ചിട്ട്. സോ അപ്പോൾ വീഡിയോ എടുക്കണം തോന്നി എടുത്തന്നേ ഉള്ളൂ. ഈ സൈഡിൽ കായലില്ല, ഈ സൈഡിൽ ജസ്റ്റ് നമുക്ക് കണ്ടം മാത്രമാണ്. കണ്ടം എന്ന് പറയുമ്പോഴത്തേക്ക് വയലെന്ന് പറയും. അത് കുറേ തരിശ് ഭൂമിയായിട്ട് നിൽക്കുന്നു. മഴ വന്നാൽ എപ്പോൾ വേണം അവിടെയൊക്കെ വെള്ളം കയറാം. സോ അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അപ്പുറത്ത് നല്ല കായൽ തന്നെയാണ്. സോ ഞാൻ അല്ലാത്ത വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഫുള്ള് കായലും സ്ഥലമൊക്കെ. ഇത് കിരീടം പാലത്തിലേക്ക് വരുന്ന റോഡാണ്. നമ്മുടെ കിരീടം പാലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് കിരീട സിനിമയ്ക്കകത്ത് ലാലേട്ടൻ നടന്നു പോയ പാലം ഈ ഭാഗത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ റോഡാണ്, ഈ ഒരു പാലത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഈ ഒരു റോഡിലേക്കാണ് വന്നത്. ഇതോ ആ കാണുന്നത് നമുക്ക് വേണമെങ്കിൽ മുക്കുന്നിമല എന്ന് പറയാം. സോ അത് ആ ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളായണി കായലിൻ്റെ ഇവിടെ നിന്ന് ഇത് ഫുള്ള് കായലാണ്. വെള്ളായണി കായലിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥലം. ഈ സൈഡിലുള്ള നമ്മുടെ മെയിൻ ബസ് റൂട്ടും കാര്യങ്ങളും ഒന്നും. ഇവിടെ ഒരു പോസ്റ്റ് നിൽക്കണം, ഞാൻ കാണിച്ചു തരാം. നിൽക്കണ കായലിൻ്റെ നടുക്കൊരു പോസ്റ്റ്. സോ എങ്ങനെ ഇവർ വലിച്ച് അതുവരെയൊക്കെ കറണ്ട് കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ അതുവഴി നടപ്പാത ഉണ്ടായിരുന്നു കാണും. സോ കായലിൽ വെള്ളം കയറിയപ്പോൾ അത് മൊത്തം മൂടി കാണും. സോ അവിടെയൊക്കെ 2-3 പോസ്റ്റുകൾ നിൽപ്പുണ്ട്. അത് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ എനിവേ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു സിറ്റുവേഷൻ, നല്ലൊരു സ്ഥലം. അതുകൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതെൻ്റെ ഓഫ് ടൈമാണ്. 3 മണി കഴിഞ്ഞു. സോ എൻ്റെ ഓഫ് ടൈമാണ്. ഈ ടൈമിൽ നല്ല കാറ്റുണ്ട് ഇവിടെ. ആ ഒരു കാറ്റൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ നിൽക്കുവാണ്. ഈ കാണുന്ന പാലത്തിലാണ് കിരീട സിനിമയിലെ ആ ഒരു സോങ്ങിൽ ലാലേട്ടൻ ഇരിക്കുന്നത്. സോ അന്നും ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ചെറുതായിട്ട് റോഡൊന്ന് ടാർ ചെയ്തതേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. ഇവരെന്തോ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഡെവലപ്മെൻറ്റും അവിടെ വന്നിട്ടില്ല. കോവളം ലൈറ്റ് ഹൗസിൽ രാത്രി ഒരു 10:30-11 മണിക്ക് ഓർഡർ കൊടുത്തപ്പോൾ കണ്ട കാഴ്ചയാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. കാരണം നമുക്ക് അങ്ങോട്ട് രാത്രി കയറ്റി വിടത്തില്ല, പക്ഷേ ആ ലൈറ്റ് ഇങ്ങനെ കറങ്ങി വരുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു രാത്രി ഒരു 10:30-11 മണിക്ക്. സോ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തന്നേ ഉള്ളൂ. ഇനി 6 ദിവസമുണ്ട്. ഇന്ന് 7-ാം തീയതിയാണ്. ഇപ്പോഴേ ഇവിടെ ശാസ്തമംഗലത്തൊക്കെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ രാത്രി ഇതുവഴി പോയപ്പോൾ ചുമ്മാ കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴേ അടുപ്പ് പിടിച്ച് കൗതുകം കൗതുകം കൗതുകം. അങ്ങനെ അറ്റ് ലാസ്റ്റ് വീട്ടിലെത്തി. ഇപ്പോൾ രാത്രി 1 മണിയായിട്ടുണ്ട്. ഇന്നും ടോട്ടലി എനിക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ സമയമാണ് ഇറങ്ങുന്നത്, എന്നാൽ പോലും 1000 രൂപ കിട്ടിയിട്ടുണ്ട്. സൊമാറ്റോയോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഈ ഒരു 1000 രൂപ എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ 1000 തന്നെ നിർത്തണം. കാരണം എനിക്ക് ഡെയിലി 1000-ഓ 1000 കൂടുതൽ കിട്ടിയാലേ കാര്യമുള്ളൂ. സോ എനിവേ താങ്ക്സ് ടു സൊമാറ്റോ. കാരണം ഇന്നലെയും ഇന്നും 1000 രൂപ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിറ്റിയിൽ നല്ല ബ്ലോക്കാണ് വൈകുന്നേരം. കാരണം ആറ്റുകാൽ പൊങ്കാല 13-ാം തീയതിയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഫുള്ള്, അതായത് പലയിടത്തും ഈ പറയുന്ന ഘോഷയാത്ര, ഈ പറയുന്ന മുടി എഴുന്നള്ളിപ്പ്, ഉത്സവം, പിന്നെ ഈ പറയുന്ന പലയിടത്തും ഇപ്പോഴേ ചുടുകല്ല് അവർ വിരിച്ചു കഴിഞ്ഞു. അതായത് ചുടുകല്ല് അവർ സ്ഥലം ഇപ്പോഴേ ഉറപ്പിച്ച് കഴിഞ്ഞു. ആറ്റുകാൽ പൊങ്കാലരുത്. ശാസ്തമംഗലം ഭാഗത്തൊക്കെ പോയപ്പോൾ അവിടെ ജഗതി ശാസ്തമംഗലത്തൊക്കെ ഇപ്പോഴേ അവർ ഓൾറെഡി അവരുടെ പ്ലേസ് ഇപ്പോഴേ സെറ്റ് ചെയ്തു. ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനതെല്ലാം ആഡ് ചെയ്തേക്കാം, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, നേരെ ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. ഇന്നലെ ചെയ്യാൻ വിട്ടുപോയി. കാരണം രാത്രി എല്ലാ ദിവസവും ഈ 1 മണിക്ക് 1:30-ക്കൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ചെയ്യാനുള്ളൊരു മൂഡ് പോവും. പിന്നെ ഇന്നിപ്പോൾ കുമാർ കഫേ പോയിട്ടൊരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചോളുന്നു, കാരണം കഴിക്കാനായിട്ട്. കാരണം നൈറ്റ് എല്ലാ ദിവസവും തട്ടുദോശ തിന്ന് ഞാനൊരു പരുവമായി. ഞാൻ എല്ലാ ദിവസവും എനിക്ക് ഫേവറേറ്റ് അത് തന്നെയാണ്. ബട്ട് ഒരു ദിവസം ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇന്ന് ഒരു കുമാർ കഫേന്ന് ബിരിയാണി വാങ്ങി. അപ്പോൾ അതിന് എന്തായാലും കഴിക്കണം. അതൊക്കെ കഴിച്ച് കിടന്ന് വരുമ്പോഴത്തേക്ക് 2-2:30 ആവും. അത് വിട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബ്രേക്ക് ഡൗണിലേക്ക് പോകാം. സോ
സോ കറക്റ്റ് 15 ഓർഡർ കണക്കാക്കിയാണ് ഇന്ന് ഓടിയത്. ഇന്നലെ 14 ഓർഡറിൽ 1104 രൂപയും ഇന്ന് 15 ഓർഡറിൽ 1043 രൂപയും ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസെൻറ്റീവ് 250 രൂപ ഇന്നുള്ളൂ 15 ഓർഡറിൽ. ഇന്നലെ 14 ഓർഡറിൽ 275 ഉണ്ട്. സോ 15-14 ഈ ഒരു റേഞ്ചിൽ 1000 രൂപ ഏൺ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് CNG അടിക്കാനായിട്ട് ഒരു 100 രൂപ 120 രൂപ ആ റേഞ്ചൊക്കെ ആവുന്നുള്ളൂ, അല്ലാതെ 200 രൂപ റേഞ്ചൊന്നും പോകുന്നില്ല. അപ്പോൾ CNG ആ ഒരു റേഞ്ചിലാവുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഇന്ന് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് മെക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഇവിടെ മാളോ ട്രാവൻകൂറിൽ താഴെ ഇരിക്കുന്ന ഒരു ഷോപ്പുണ്ട്. മെക്ഡൊണാൾഡ്സ് അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ അവരിന്ന് തന്ന കോഫി അത്രയും കളഞ്ഞു, എൻ്റെ ബാഗിനകത്ത് എല്ലാം പോയി. കസ്റ്റമറിനും വഴക്കായി. കസ്റ്റമറിന് ഞാൻ പറഞ്ഞു കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ഫുള്ള് സീൽ ചെയ്ത് തരുന്ന പാക്കറ്റിനകത്ത് ഈ പറഞ്ഞ കോഫി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എന്ന് വെച്ചാൽ പണ്ടെന്ന് പറയുന്നത് ജ്യൂസ് ഐറ്റംസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തരാറാണ് പതിവ്. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അവർ സീൽ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ജ്യൂസ് സെപ്പറേറ്റ് കൊണ്ട് കൊടുക്കും, ഈ ബാക്കിയുള്ള ഐറ്റം ഒരുമിച്ച് കൊടുക്കും. ഇപ്പോഴെന്ന് പറയുന്നത് ജ്യൂസ് ഐറ്റംസ്, അതായത് ലൈം ആയാലും ഈ പറയുന്ന ജ്യൂസ് ആയാലും എല്ലാം ഇവർ ഈ പറയുന്ന കെട്ടിയ ബാഗിനകത്ത് തന്നെ വച്ച് ടൈറ്റ് ചെയ്ത് തരും. അത് ചിലപ്പോൾ ഒക്കെ ആ ഡപ്പിയൊക്കെ പൊട്ടാനുള്ള ചാൻസാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര കെയർഫുള്ളായിട്ട് കൊണ്ടുവരാൻ നോക്കിയാലും അത് മിക്കതും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കവിടെ ഒന്നും പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഞാൻ പിന്നെ എന്നെ സൊമാറ്റോയുടെ ഹെൽപ്പ് ലൈനിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കസ്റ്റമർ കെയറിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഷോപ്പ് തോന്നിയ ദിവസം കാണിച്ചതാണ്. അവർ നേരാമണ്ണം പാക്ക് ചെയ്ത് തന്നിരുന്നെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരില്ല. അതും മൾട്ടി ഓർഡർ ആയിരുന്നു, 2 ഓർഡറും കൂടെ. സോ രണ്ടും കൂടെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ബാഗിനകത്ത് വച്ച് കൊണ്ടുവന്നത്. എന്നാലും അവിടെ ഞാൻ അവരിങ്ങനെ എനിക്ക് തന്നപ്പോഴേ പറഞ്ഞു കോഫി അകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കോഫിയൊക്കെ അകത്ത് വയ്ക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ കുഴപ്പമില്ല കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോയി അത്രയും കളയുകയും ചെയ്തു. അപ്പോൾ അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ രാവിലെ അറിയാം ഈ പേയ്മെൻറ്റിൽ കൈ വയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്, ഫൈൻ അടിക്കുകയോ ഇല്ലയോ എന്നൊക്കെ നാളെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 8-ാം തീയതി വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം. സോ ഇതുവരെ എനിക്ക് പേയ്മെൻറ്റിലൊന്നും അവർ കൈവച്ചിട്ടില്ല. ഇനി വീക്കിലി നോക്കുകയാണെങ്കിൽ 3225. നമ്മൾ ഈ പറയുന്ന വ്രതത്തിൻ്റെ പാർട്ടായിട്ട് 2 ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു, 4-ഉം 5-ഉം എൻ്റെ ഷഷ്ടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അത് ഒഴിച്ചു നിർത്തി ഇപ്പോൾ 1000 രൂപ വെച്ച് നമ്മൾ ഡെയിലി ഏൺ ചെയ്യുന്നുണ്ട്. മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5955 രൂപ. 55 രൂപയും കൂടെ ആകുമ്പോൾ നമ്മൾ 6000 രൂപ, അതായത് 8-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മൾ 6000 രൂപ എത്തി. 8 7-ാം തീയതി ആയപ്പോൾ 6000 രൂപ എത്തിയിട്ടുണ്ട്. അതായത് ഒരു ദിവസത്തെ പേയ്മെൻറ്റ് മാത്രമേ അവിടെ കുറഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ എറൗണ്ട് 1000-ന് മുകളിൽ ഏൺ ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. ഇനി അടുത്ത ആഴ്ച നമുക്കറിയാം ഇവർ ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് നമുക്ക് ജിക്സും കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഇനി ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് അണ്ണന്മാർ ഫുൾ ടൈം കാർഡിൽ ഇടുവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ജിക്സ് നോക്കുകയാണെങ്കിൽ 9, 12, 13, 14, 8, 10, ഇനി 11-ാം തീയതി മാത്രമേ. അത് 8-ാം തീയതി രാവിലെ 8:30 ആകുമ്പോൾ കിട്ടിക്കോളും. ബാക്കിയുള്ളതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ജിക്സും. ഇനി 9-ാം തീയതി ഞായറാഴ്ച ഇവരെന്തോ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട്, അതായത് മാച്ച് നടക്കുന്നുണ്ട് ഇന്ത്യ ആൻഡ് ന്യൂസിലാൻഡിൻ്റെ. അപ്പോൾ അന്ന് ഡബിൾ എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇവരിപ്പോൾ ഏകദേശം 1600 ഇപ്പോഴേ അവർ പ്രവചിക്കുന്നുണ്ട്. അത്രയൊക്കെ കിട്ടുമോ ഇല്ലേ അറിയില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സിറ്റിയിൽ പിന്നെ ഫുള്ള് ബ്ലോക്കാണ്. ഈ പറഞ്ഞ 12-ാം തീയതി വൈകുന്നേരം ഇറങ്ങൽ നടക്കൂല, 13-ാം തീയതി രാവിലെ ഇറങ്ങൽ നടക്കൂല. കാരണം ആറ്റുകാൽ പൊങ്കാല സൊമാറ്റോ ഓർഡറുമായിട്ട് അങ്ങോട്ട് കയറി കൊടുത്താൽ മതി, തീർന്ന് കിട്ടും. അതുകൊണ്ട് എന്തായാലും നെയ്യാറ്റിൻകര ഭാഗത്തോട്ട് വല്ലതും പോയി ഒളിച്ച് നിൽക്കാം, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് സ്റ്റാർ വേണം. കാരണം സ്റ്റാർ അത്യാവശ്യം 3-5 സ്റ്റാറാണ് ഇവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റാർ വെച്ചിട്ട് പൊങ്കാലയുടെ ഇടയ്ക്ക് ചെന്ന് കയറി കൊടുത്താൽ നമുക്ക് ഓർഡറും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, മൊത്തം പണിയാവും. അപ്പോൾ അതിനേക്കാളും ആ ഭാഗത്തോട്ട് എവിടെയെങ്കിലും ചെന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് എൻ്റെ മൈൻഡിലുള്ളത് പ്ലാനായിട്ട്. എനിവേ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇനി നാളെ 8-ാം തീയതി എങ്ങനെയാണ് ഓർഡർ എന്ന് നമുക്ക് നോക്കിയിട്ട് അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ 9-ാം തീയതി ഞായറാഴ്ച, പിന്നെ 10. എന്തായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം ഇതുവരെ വലിയ തിരക്കേടില്ല. ഇതുവരെ ഏകദേശം 3200 രൂപ ആയിട്ടുണ്ട് ഈ ആഴ്ച. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ ബൈ.